Hi my dear students, good morning all of you. Welcome back to our class English Grammar and Usages. You know that in our previous classes we have discussed about various topics in first module. In our new class we will have to discuss the other topics in the first module, that is synonyms and antonyms. Okay. അപ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഫസ്റ്റ് മൊഡ്യൂളിലെ കുറച്ച് ടോപ്പിക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഫോം ക്ലാസ് ആൻഡ് ഫങ്ഷൻ ക്ലാസ്, അങ്ങനെ 3 ടോപ്പിക്സ് പറഞ്ഞിരുന്നു. 4ാമത്തെ ടോപ്പിക്കാണ് സിനോണിംസ് ആൻഡ് ആൻറ്റോണിംസ്. യു നോ ദാറ്റ് വാട്ട് ഈസ് സിനോണിം ആൻഡ് വാട്ട് ഈസ് ആൻറ്റോണിം. ഓക്കെ, എന്താണ് സിനോണിം എന്നും ആൻറ്റോണിം എന്നും നിങ്ങൾക്കറിയാം. ലെറ്റ് us start our class. Having a good vocabulary is more than knowing a large amount of words. Okay? We want to speak in English language. We must know about the various means of transportation. നമുക്കറിയാം, നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കണമെങ്കിൽ എന്ത് വേണം? ആ ഭാഷയിൽ വിവിധ വഴികളിലൂടെ എങ്ങനെ ആശയങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കും എന്നുള്ളത് അറിയണം. അത് കഴിഞ്ഞ നമ്മുടെ സെമ്മുകളിലായിട്ട് നമ്മുടെ ഫസ്റ്റ് സെമ്മിലുണ്ടായിരുന്ന ട്രാൻസാക്ഷൻ, ദെൻ സെക്കൻഡ് സെമ്മിലുണ്ടായിരുന്ന അക്കാഡമിക് റൈറ്റിംഗ്, ഈ 2 പുസ്തകങ്ങളിലൂടെ നമ്മളത് കുറേയൊക്കെ മനസ്സിലാക്കിയതാണ്. ഓക്കെ, ഈ സിനോണിംസ് ആൻഡ് ആൻറ്റോണിംസ് എന്നുള്ള ആ ടോപ്പിക്ക് നമ്മൾ പറയുന്നത്, നമുക്ക് ഒരു നല്ല വൊക്കാബുലറി പദ സമ്പത്തുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഷയിൽ നന്നായിട്ട് സംസാരിക്കാൻ കഴിയും. ഇറ്റ് ഡിമാൻഡ്സ് ദ പേഴ്സൺസ് എബിലിറ്റി ടു ചൂസ് വേർഡ്സ് വിത്ത് ഗ്രേറ്റർ പ്രിസിഷൻ. എവറി വേർഡ് ഈസ് എ ടൂൾ റെഡി ടു ബി യൂസ്ഡ് ഇൻ ദ റൈറ്റ് ടൈം. കറക്റ്റ് ടൈമിൽ നമുക്ക് എടുത്ത് യൂസ് ചെയ്യണമെങ്കിൽ എന്തറിയണം? ഈ പറഞ്ഞ പദങ്ങൾ അറിയണം. A knowledge of synonyms and antonyms is inevitable for the enrichment of one's vocabulary. Synonyms are words that have a similar but not identical meaning. Listen, synonyms are words that have a similar but not identical meaning. Synonym means, synonym അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? Words that have a similar, വാക്കുകൾ ഒരേപോലെയുള്ളതാണ്, പക്ഷേ നോട്ട് ഐഡൻറ്റിക്കൽ മീനിങ്, സെയിം മീനിങ് അല്ല, ഒരേ ആശയമല്ല വരുന്നത്, വ്യത്യസ്ത ആശയങ്ങളാണ്. ഇതാണ് സിനോണിം എന്ന് പറയുന്നത്. There are many such words in English. The correct use of them can be acquired only by careful reading and practice. നമുക്ക് ശ്രദ്ധയോട് കൂടിയ റീഡിങ്ങിലൂടെയും പ്രാക്ടീസിലൂടെയും മാത്രമേ ഇങ്ങനെ ഒരു കഴിവ് സ്വായത്തമാക്കാൻ കഴിയുകയുള്ളൂ. റൈറ്റ്. ഇനി സിനോണിം എങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്, എന്താണ് അതിൻ്റെ വ്യത്യാസങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. The word synonym originates from 2 Greek words, syn meaning together and onym meaning name. സിനോണിം എന്ന വാക്കുണ്ടായിരിക്കുന്നത് ഫ്രം 2 Greek words. ഗ്രീസിലെ 2 വാക്കുകളിൽ നിന്നാണ് സിനോണിം എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് syn, S-Y-N, means together, and onym, O-N-Y-M, means name. ഈ 2 വാക്കുകളാണ് നമുക്ക് ഗ്രീക്കിൽ നിന്ന് കിട്ടിയ ഈ 2 വാക്കുകളാണ് സിനോണിം എന്ന വാക്ക് ഉത്ഭവിക്കാനുണ്ടായ അതിൻ്റെ കാരണം. In English, almost all words have more than one synonym. You know that ഇംഗ്ലീഷ് ഭാഷയിൽ ഓരോ വാക്കിനും ഒന്നിൽ കൂടുതൽ സിനോണിംസ് ഉണ്ട്. Learning synonyms of words enable the students to improve writing and speaking skill. സിനോണിം പഠിക്കുന്നതിലൂടെ നമ്മൾ ട്രാൻസാക്ഷനിൽ പറഞ്ഞിരുന്നു, എഴുത്തും നമ്മുടെ എഴുതാനുള്ളതും പറയാനുള്ളതുമായിട്ടുള്ള സംസാരിക്കാനുള്ള കഴിവിനെ എൻറിച്ച് ചെയ്യാൻ എന്തിനു മാത്രമേ കഴിയുള്ളൂ? ഈ സിനോണിംസ് പഠിക്കുക എന്നുള്ളതിലൂടെ മാത്രമേ കഴിയുള്ളൂ. സിനോണിംസ് ക്യാൻ ബിലോങ് ടു എനി പാർട്ട് ഓഫ് സ്പീച്ച്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് പാർട്സ് ഓഫ് സ്പീച്ചുകൾ പഠിച്ചു. നൗണ്, ആഡ്വേർബ്, വെർബ്, അഡ്ജക്റ്റീവ്സ്, പിന്നെ പ്രിപ്പോസിഷൻസ്, ഇങ്ങനെയുള്ള പാർട്സ് ഓഫ് സ്പീച്ചുകളുണ്ട്. ഈ പാർട്സ് ഓഫ് സ്പീച്ചുകൾ എല്ലാം തന്നെ ഇതിനോടെല്ലാം ചേർന്ന് നിൽക്കുന്നതാണ് ഈ പറഞ്ഞ സിനോണിംസ് എന്ന് പറയുന്നത്.
as long as both members of the pair of the same part of speech. ഓരോ പാർട്സ് ഓഫ് സ്പീച്ചിലും, അതായത് നൗണിലും അഡ്ജക്റ്റീവിലും ആഡ്വേർബിലും വേർബിലും പ്രിപ്പോസിഷനിലും എല്ലാം അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതിനൊക്കെ യോജിച്ച സിനോണിംസ് ഉണ്ട്. നോക്കാം. എക്സാമ്പിൾ ഓഫ് സിനോണിംസ് ആർ ഗിവൺ ബിലോ. ഫോർ എക്സാമ്പിൾ, wash and clean, that's verb. Wash and clean, that's a verb. Vessel and receptacle, that's a noun. Beautiful and attractive, that's adjective. Quickly and rapidly, that's adverb. In and into, preposition. മനസ്സിലായോ? ഈ ഓരോ നമ്മൾ പറഞ്ഞ ഓരോ പാർട്സ് ഓഫ് സ്പീച്ചിലും നൗണ്, വെർബ്, അഡ്ജക്റ്റീവ്, ആഡ്വേർബ്, പ്രിപ്പോസിഷൻ ഇതിലൊക്കെ ഉൾപ്പെടുന്ന എന്തുണ്ട്? സിനോണിംസ് ഉണ്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് നമുക്ക് എന്തിനെ കുറിച്ച്, സിനോണിംസിനെ കുറിച്ച് പറയാനുള്ളത്. സ്റ്റുഡൻസ്, ഇൻ അവർ ടെക്സ്റ്റ് ബുക്ക് we can see many exercises related to the പാർട്ട് ഓഫ് സിനോണിം. സിനോണിയുമായി ബന്ധപ്പെട്ട ഒരുപാട് എക്സസൈസ് നമുക്ക് എന്തിൽ കാണാനുണ്ട്? ടെക്സ്റ്റ് ബുക്കിൽ കാണാനുണ്ട്. നിങ്ങളത് നിർബന്ധമായിട്ടും ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ എല്ലാ എക്സസൈസും എക്സസൈസ് 1, 2, 3 and 4 and 5 എക്സസൈസ് we have related to the synonym. സിനോണിയുമായി ബന്ധപ്പെട്ട ഈ 5 എക്സസൈസും നമ്മൾ ചെയ്തേ പറ്റൂ. ഓക്കെ, the next topic is antonym. You know that antonym is the opposite word of the root word. ആ റൂട്ട് വേർഡിൻ്റെ ഓപ്പോസിറ്റ് വേർഡിനെയാണ് നമ്മൾ ആൻറ്റോണിയം എന്ന് പറയുന്നത്. Let us see. An antonym is a word which is opposite in meaning to another. ഒരു വാക്കിൻ്റെ നേരെ വിപരീത അർത്ഥം വരുന്ന വാക്കിനെയാണ് നമ്മൾ ആൻറ്റോണിയം എന്ന് പറയുന്നത്. In many cases, antonyms can be formed by adding a prefix to a word. ഒരു വാക്കിനോട് പ്രിഫിക്സ് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മിക്ക കേസുകളിലും അതിൻ്റെ ആൻറ്റോണിയം ലഭിക്കും. വാട്ട്സ് പ്രിഫിക്സ്? യു നോ ദാറ്റ് പ്രിഫിക്സ് ഈസ് നമ്മൾ റൂട്ട് വാക്കിൻ്റെ മുൻപ് ചേർക്കുന്ന 1, 2 or 3 ലെറ്റേഴ്സിനെയാണ്, 1, 2, 3 ലെറ്റേഴ്സിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഈ പ്രിഫിക്സ് ചേർത്ത് കഴിഞ്ഞാൽ എല്ലാ ആൻറ്റോണിംസും എന്നല്ല, ഓൾമോസ്റ്റ് കേസസിലും അങ്ങനെയാണ് നമ്മൾ ആൻറ്റോണിംസ് ലഭിക്കുന്നത്. എക്സാമ്പിൾ ഫോർ ദിസ് കേസ് ഓഫ് ആൻറ്റോണിംസ്, അതായത് പ്രിഫിക്സ് ചേർത്ത് ലഭിക്കുന്ന ആൻറ്റോണിംസിൻ്റെ കുറച്ച് ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം. ദ പ്രിഫിക്സ് എബി ആഡഡ് ടു ദ റൂട്ട് വേർഡ് normal and use, we can get the antonym of this word abnormal and abuse. Then next, the prefix anti add to the root word body and social, antibody and antisocial. Then next prefix is dis, dis, add to the word climax, advantage, life, etc. We can get the antonym of the word climax is anticlimax, disadvantage, dislike, disagree, etc. We can get so many examples in our textbook. And by changing the suffix of the word, by changing the suffix, ഇനി നമ്മളിപ്പോൾ പ്രിഫിക്സിൻ്റെ കാര്യം പറഞ്ഞു. ഇനി സഫിക്സ് ചേർത്ത് by changing the സഫിക്സ് തന്നിരിക്കുന്ന റൂട്ട് വേർഡിലെ സഫിക്സിന് വ്യത്യാസം വരുത്തുമ്പോൾ ലഭിക്കുന്ന ആൻറ്റോണിയം ഏതാണെന്ന് നോക്കാം. അതായത് തന്നിരിക്കുന്ന വാക്കുകൾ എന്തുണ്ടായിരിക്കാം? സഫിക്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ വാട്ട് ഈസ് സഫിക്സ്? സഫിക്സ് എന്താണ്? നേരത്തെ പ്രിഫിക്സിൻ്റെ പറഞ്ഞ ഓപ്പോസിറ്റ്. പ്രിഫിക്സ് എന്ന് വെച്ചാൽ ബിഫോർ ദ വേർഡ് ആഡിങ് 1, 2 or 3 letters before the word, and ആണെങ്കിൽ സഫിക്സ് മീൻസ് ആഫ്റ്റർ ദ വേർഡ്. ആഡിങ് 1, 2 or 3 letters after the word. ഒരു വാക്കിന് ശേഷം 1, 2, 3, 4 ലെറ്റേഴ്സിന് നമ്മൾ ചേർക്കുമ്പോൾ ലഭിക്കുന്നതാണ് സഫിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന വാക്കിലുള്ള സഫിക്സിന് ചെറിയൊരു മാറ്റം വരുത്തുമ്പോൾ ലഭിക്കുന്ന ആൻറ്റോണിംസിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഫോർ എക്സാമ്പിൾ, കെയർഫുൾ, ഓപ്പോസിറ്റ് കെയർലെസ്, എംപ്ലോയർ, എംപ്ലോയി, harmful, harmless, etc. Examples of some antonyms of nouns. നൗണുകളായ ആൻറ്റോണിംസിൻ്റെ എക്സാമ്പിൾസ്: അഡൽ, ഓപ്പോസിറ്റ് ചൈൽഡ്, ബാക്ക്, ഓപ്പോസിറ്റ് ഫ്രണ്ട്, എക്സെട്ര. എക്സാമ്പിൾസ് ഓഫ് സം ആൻറ്റോണിംസ് ഓഫ് അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ്സിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെ? ആംഗ്രി, ഓപ്പോസിറ്റ് പ്ലീസ്ഡ്.
beneficial opposite harmful, cheerful opposite gloomy, etc. Some antonyms of verbs. ഇനി verb എന്ന കാറ്റഗറിയിൽ വരുന്ന antonyms ഏതൊക്കെ? Arrest opposite release, conclude opposite begin, start opposite finish, etc. Antonyms of adverbs. ഇനി adverbsന് വരുന്ന examples ഏതൊക്കെ നോക്കാം. Always, never, will, destroy, conclude, begin, etc. Adverbs and examples: alone, together, always, never, color, earlier, later, etc. Okay students, ഇതിൽ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് വിത്ത് പ്രാക്ടീസുകളുണ്ട്, എക്സസൈസുകളുണ്ട്. ആ എക്സാമ്പിൾസ് തന്നിരിക്കുന്നതിലൂടെ നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് എക്സസൈസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. യു മസ്റ്റ് ഡു ഇറ്റ്. ഓക്കെ. In our next topic in our first module is mood and modality. Mood and modality. It's a not familiar topic to you. നിങ്ങൾക്ക് അത്ര പരിചയമില്ലാതൊരു വാക്കുകളാണിത് മൂഡ് ആൻഡ് മൊഡാലിറ്റി. അറിയാവുന്നത് തന്നെയാണ്. ദിസ് ടോപ്പിക് ഈസ് ഫെമിലിയർ ടു യു, ബട്ട് ഈ ഒരു ടൈറ്റിൽ കേട്ടിട്ടുണ്ടാവില്ല എന്ന് മാത്രം. മൂഡ് ആൻഡ് മൊഡാലിറ്റി. വേർബ്സ് ഹാവ് ഡിഫറെൻറ്റ് വേസ് ആൻഡ് മാനേഴ്സ് ഓഫ് എക്സ്പ്രഷൻസ്. നമുക്കറിയാം വേർബുകൾക്ക് വിവിധ രൂപത്തിലുള്ള എക്സ്പ്രഷൻസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എ വേർബ്? ഇറ്റ്സ് എൻ ആക്ഷൻ ഓർ എ സ്റ്റേറ്റ്. ആക്ഷൻ മാത്രമല്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയും കൂടി ഒരു അവസ്ഥയെയും കൂടി നമ്മൾ എന്തായി കണക്കാക്കുന്നു? വേർബായി കണക്കാക്കുന്നുണ്ട് എന്ന് നോക്കാം. Mood is used to refer to a verb category or form which indicates whether the verb expresses a fact, a command, a question, a condition or a wish to possibility. ഈ പറയുന്ന അവസ്ഥകളെയൊക്കെ കാണിക്കുന്നതിന് വ്യത്യസ്തമായ വെർബ് ഫോമുകളാണ്. ഒരു സെൻറ്റൻസിൽ, അതായത് വിവിധ സെൻറ്റൻസുകളിൽ വേർബ് വഹിക്കുന്നത് ഫങ്ഷൻ ആസ് എന്തൊക്കെ ഇരിക്കാം? ആസ് എ ഫാക്ട്, that's indicative mood, as a command, that is imperative mood, as a question, interrogative mood, as a condition, conditional mood, and as a wish or possibility, that is subjective mood. അപ്പോൾ ഈ മൂഡ് എന്നുള്ള ടോപ്പിക്, മൂഡ് ആൻഡ് മൊഡാലിറ്റി എന്നുള്ളതിൽ മൂഡ് എന്നുള്ള ടോപ്പിക്കിൽ ആ ഒരു ഇതിൽ പറയുന്നതാണ് നമുക്ക് വേരിയസ് ടൈപ്സ് ഓഫ് മൂഡ്സ് റിലേറ്റഡ് ടു ദ വേർബ് ഇൻ എ സെൻറ്റൻസ്. വെർബുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള മൂഡ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഇൻഡിക്കേറ്റീവ് മൂഡ്. ഇൻ ദ ഫോം ഓഫ് എ വേർബ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു വേർബ് ഫങ്ഷൻ ആസ് എ ഫാക്ട്. അതൊരു സത്യത്തെ പറയുന്നതിന്, യാഥാർത്ഥ്യത്തെ പറയുന്നതിന് ഉപയോഗിക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? ഇൻഡിക്കേറ്റീവ് മൂഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദേ ആർ കമ്മിങ് ഹിയർ ടുമോറോ. ദേ ആർ കമ്മിങ് ഹിയർ ടുമോറോ. നെക്സ്റ്റ്, ഇമ്പറേറ്റീവ് മൂഡ്. ഇമ്പറേറ്റീവ് മൂഡ് മീൻസ് ദിസ് ഈസ് അനദർ കോമൺലി ഒബ്സർവ്ഡ് മൂഡ് ഓഫ് ദി വേർബ്. അതായത് വേർബിൻ്റെ കോമൺലി ഒബ്സർവ്ഡ് ആയിട്ടുള്ള ഒരു മൂഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമ്പറേറ്റീവ് മൂഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് യൂസ്ഡ് ടു എക്സ്പ്രസ് എ കമാൻഡ്, റിക്വസ്റ്റ്, ഓർഡർ, ക്വസ്റ്റ്യൻ, പ്രേയർ, അഡ്വൈസ്, സജഷൻ, എക്സെട്ര. ഏതൊക്കെയാണ് ഇതിൽ വരുന്നത്? ഇതിൽ വരുന്നത് കമാൻഡ്, റിക്വസ്റ്റ്, ഓർഡർ, ക്വസ്റ്റ്യൻ, പ്രേയർ, അഡ്വൈസ് ആൻഡ് സജഷൻ. ഈ പറയുന്ന ഏത് കാര്യത്തെക്കുറിച്ചും പറയുന്നത് നമ്മൾ കഴിഞ്ഞ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. ഇത്തരം സെൻറ്റൻസുകളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. സജഷൻ, റിക്വസ്റ്റ്, പ്രേയർ ഒക്കെ. ഇതാണ് ഇമ്പറേറ്റീവ് മൂഡിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ, റിപ്പീറ്റ് ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. റിപ്പീറ്റ് ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ടോണിൽ ഉണ്ടാവും അതിൻ്റെ ആ മൂഡ് എന്താണെന്ന്. റിപ്പീറ്റ് ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദാറ്റ്സ് എ കമാൻഡ്. ഓ ഗോഡ് പ്ലീസ് ഹെൽപ്പ് അസ്, പ്രേയർ. പ്ലീസ് സിറ്റ് ഡൗൺ, റിക്വസ്റ്റ്. Be careful while climbing the stair. Advice, don't enter into this room. Caution. Next is subjective mood. It's used to express a wish or a desire. Subjective mood പറയുന്നത് ഒരു വിഷിനെയോ ഡിസയറിനെയോ കാണിക്കുന്നതിന്. I wish I knew the answer. I wish I knew the answer. It's high time we did സംതിങ് അബൌട്ട് കറപ്ഷൻ. ഇതൊക്കെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഡിസയറിനും അതുപോലെ വിഷിനും എക്സാമ്പിൾസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡൻറ് പ്ലീസ് ലിസൺ. ഇൻ അവർ ടെക്സ്റ്റ് ബുക്ക് വി ഹാവ് സോ മെനി എക്സസൈസസ്. ഒരുപാട് എക്സസൈസുകളുണ്ട്. ഓരോ
ടോപ്പിക്സിന് റിലേറ്റഡ് ആയിട്ടുള്ളതും. യു മസ്റ്റ് ഡു ഇറ്റ്, യു മസ്റ്റ് ഡു ഇറ്റ്. നമുക്ക് ഈ ഗ്രാമർ ബുക്ക് പഠിക്കുക എന്നുള്ളത് എന്തിലൂടെ മാത്രം, ഇത് പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് എന്ത് കഴിയുന്നുള്ളൂ, ഇതിൻ്റെ തിയറിയും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഓക്കെ, യു മസ്റ്റ് ഡു ദ all exercises in your textbook. All the best.